നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ എൻഡിഎ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയെന്ന് സർവേ ഫലം. തിരുവനന്തപുരത്തെ എൻഡിഎ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 40% വോട്ട് നേടി ജയിക്കുമെന്നാണ് സൂചന. എൻഡിഎ അക്കൗണ്ട് തുറക്കുമെന്നും തിരുവനന്തപുരത്ത് മിന്നുന്ന ജയമായിരിക്കും കുമ്മനത്തിന് ഉണ്ടാവുക എന്നും സർവേ വ്യക്തമാക്കുന്നു. തിരുവനന്തപുരത്തിന് പുറമെ പത്തനംതിട്ടയിൽ കനത്ത പോരാട്ടമാകും നടക്കുകയെന്നും ഇവിടെ LDF സ്ഥാനാർത്ഥി വീണ ജോർജ് 3ാം സ്ഥാനത്തേക്ക് തഴയപ്പെടുമെന്നുമാണ് വിവരം. പ്രമുഖ BJP നേതാവും കേരള സംസ്ഥാന ഘടകത്തിന്റെ മുൻ അധ്യക്ഷനും ഹിന്ദു ഐക്യവേദിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മുൻ മിസോറാം ഗവർണറുമാണ് കുമ്മനം രാജശേഖരൻ. കേരള രാഷ്ട്രീയത്തിലേക്ക് തിരികെ പ്രവേശിക്കാനായി 2019 മാർച്ച് 8-ന് ഗവർണർ സ്ഥാനം രാജിവെച്ചു. കോട്ടയം ജില്ലയിൽ RSS സജീവമാകുമ്പോൾ കുമ്മനം നേതൃനിരയിലുണ്ട്. 12-കാരനും വിദ്യാർത്ഥിയുമായ രാജശേഖരൻ മുഖ്യ ശിക്ഷകനായിരുന്നു. RSS ആണെങ്കിലും രാഷ്ട്രീയം പഠിപ്പിച്ചത് അച്ഛന്റെ സുഹൃത്തായിരുന്ന സോഷ്യലിസ്റ്റ് BBR പിള്ളയായിരുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിൽ സജീവമാകുകയായിരുന്നു. അങ്ങനെ തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥിയായി കുമ്മനം രാജശേഖരൻ മത്സര രംഗത്തിറങ്ങി. പൂർണ്ണ വിജയമായിരിക്കും തിരുവനന്തപുരത്ത് NDA നേടുക എന്നാണ് വിവരം. ശബരിമല സമരത്തിലൂടെ നായക പരിവേഷത്തിലെത്തിയ K. സുരേന്ദ്രൻ അതേ ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിൽ മത്സരിക്കുമ്പോൾ BJPക്കുള്ള പ്രതീക്ഷകളും വലുതാണ്. തിരുവനന്തപുരം പോലെ തന്നെ പാർട്ടി പ്രതീക്ഷ വയ്ക്കുന്ന പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയാണ് K. സുരേന്ദ്രൻ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ ഒരിടം നേടിയെടുത്ത വ്യക്തിയാണ്. ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്നും രസതന്ത്രത്തിൽ ബിരുദം നേടിയ സുരേന്ദ്രൻ വിദ്യാർത്ഥി പ്രസ്ഥാനമായ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെയാണ് പൊതുരംഗത്ത് വന്നത്. തുടർന്ന് സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി മാറി. പിന്നീട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. ഇതിനുശേഷമാണ് പത്തനംതിട്ടയുടെ സാരഥിയായി മാറിയത്. പ്രചരണത്തിനിറങ്ങുമ്പോൾ ജനങ്ങളുടെ പൂർണ്ണ പിന്തുണയാണ് സുരേന്ദ്രന് ലഭിക്കുന്നത്. ഏത് സ്ഥലത്തെത്തിയാലും മികച്ച സ്വീകരണമാണ് സുരേന്ദ്രന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട സുരേന്ദ്രനെ ജാമ്യത്തിൽ വിട്ടയച്ചപ്പോൾ 3 മാസം പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിക്കരുതെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തു. ഈ പത്തനംതിട്ടയിൽ തന്നെയാണ് സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകുന്നത്. തെരഞ്ഞെടുപ്പിൽ K. സുരേന്ദ്രൻ 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ജനപക്ഷം നേതാവും പൂഞ്ഞാർ MLAയുമായ PC ജോർജ് പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പത്തനംതിട്ടയിലെ വിശ്വാസികളായ ജനങ്ങൾ സുരേന്ദ്രനിൽ പൂർണ്ണ വിശ്വാസമാണ് അർപ്പിച്ചിരിക്കുന്നത്. OP 160/18 കക്ഷി സജിത് കുമാർ അമ്മണിപ്പിള്ള, എതിർകക്ഷി കാന്തി ശിവദാസൻ. Welcome to a life in the midst of nature. Presenting Raindrops at Kakinad. Kesadal Developers. Stay happy.